ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യ മനസ്സുകളുടെ ആഴങ്ങളിലൂടെയും ലൗകിക ലോകത്തിൻ്റെ അദൃശ്യ തന്ത്രങ്ങളിലൂടെയുമുള്ള നമ്മുടെ മഹായാത്ര ഇന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 3-ാമത്തെ നിയമത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ പുകമറയ്ക്ക് പിന്നിൽ എങ്ങനെ ഒളിപ്പിച്ചു നിർത്തണം എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 4-ാമത്തെ നിയമം നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. റോബർട്ട് ഗ്രീൻ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും കണ്ടെത്തിയ 4-ാമത്തെ നിയമം ഇതാണ്: എപ്പോഴും ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കുക എന്നത്. ഈ വരികൾ ആദ്യമായി കേൾക്കുമ്പോൾ ലൗകിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും ഉള്ളിൽ വലിയൊരു ചോദ്യം ഉയർന്നേക്കാം. കൂടുതൽ സംസാരിക്കുന്നതല്ലേ മിടുക്ക്? വാക്ചാതുര്യമുള്ളവർ അല്ലേ ലൗകിക ലോകത്ത് എപ്പോഴും വിജയിക്കുന്നത്? നമ്മുടെ വിപണിയിലും രാഷ്ട്രീയത്തിലും കരിയറിലും വാചക കസർത്ത് നടത്തുന്നവരല്ലേ വലിയ നിലകളിൽ എത്താറുള്ളത്? അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുസ്തകം നമ്മോട് കുറച്ചു മാത്രം സംസാരിക്കാൻ പറയുന്നത്? ഇത് നമ്മെ ഒരു അലസനോ ഭീരുവോ ആക്കി മാറ്റില്ലേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ദിവ്യബോധം ഈ വിഷയത്തെ സമീപിക്കുന്നത് ലൗകികമായ തന്ത്രങ്ങൾ പഠിക്കാനല്ല, മറിച്ച് മനുഷ്യ മനസ്സിൻ്റെ കപടതകളെ തിരിച്ചറിയുവാനും സ്വന്തം ഊർജത്തെ കാത്തു സൂക്ഷിക്കുവാനുമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ശുദ്ധമല്ല ഈ വാക്കുകളുടെ ലോകം. കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വലിയ കെണികളിൽ ചെന്ന് വീഴാറുണ്ട്. ആ കെണികളെയും നിശബ്ദതയുടെ മാഹാത്മ്യത്തെയും തിരിച്ചറിയാൻ നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് റോബർട്ട് ഗ്രീൻ ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കണമെന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴെങ്കിലും വലിയൊരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുമായെങ്കിലും കടുത്ത ശത്രുത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ സംസാരിക്കാത്തതാണോ? അതോ കൂടുതൽ സംസാരിച്ചത് കൊണ്ടാണോ? തീർച്ചയായും നമ്മൾ കൂടുതൽ സംസാരിച്ചത് കൊണ്ടായിരിക്കും. മനുഷ്യൻ തൻ്റെ അഹംഭാവം കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാൻ സദാസമയവും സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എനിക്ക് അതെല്ലാം അറിയാം, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആളാണ് എന്ന് കാണിച്ച് മറ്റുള്ളവരിൽ നിന്ന് കയ്യടിയും അംഗീകാരവും വാങ്ങാൻ നമ്മുടെ മനസ്സെപ്പോഴും വെമ്പൽ കൊള്ളും. എന്നാൽ ലൗകിക മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ 3 വലിയ അപകടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന്. ഒന്നാമത്തേത്, നമ്മൾ കൂടുതൽ സംസാരിക്കും തോറും നമ്മൾ തികച്ചും ഒരു സാധാരണക്കാരനായി മാറുകയും നമ്മുടെ വാക്കുകളുടെ വില നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടാമതായി, നമ്മൾ എത്രയധികം സംസാരിക്കുന്നുവോ അത്രയധികം ഒരു വിഡ്ഢിത്തം അല്ലെങ്കിൽ ഒരു അമളി നമ്മുടെ നാവിൽ നിന്ന് വീഴാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഈ ലൗകിക ലോകത്തിലെ ചതുരംഗക്കളത്തിൽ ശത്രുക്കൾ എപ്പോഴും കാത്തിരിക്കുന്നത് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു ചെറിയ പിഴവിനായാണ്. മൂന്നാമതായി, നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്കുള്ളിലെ രഹസ്യങ്ങളും ദൗർലഭ്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ പുറത്തു പറയും. മറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, അർത്ഥവത്തായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കെന്താണ് തോന്നാറുള്ളത്? അദ്ദേഹത്തിന് ചുറ്റും ഒരു നിഗൂഢതയും ഒരു വലിയ അധികാരഭാവവും അനുഭവപ്പെടാറില്ലേ? അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ലോകം എപ്പോഴും കാതോർക്കും. നിശബ്ദത എന്നത് ലൗകിക ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധവും ആയുധവുമാണ്. വാക്കുകളുടെ കപടതയെക്കുറിച്ചും മൗനത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ആത്മീയ ഗുരുവായ ഓഷോ വളരെ മനോഹരമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്.
ഓഷോ പറയും, മനുഷ്യൻ പുറത്തേക്ക് സംസാരിക്കുന്നത് ഉള്ളിലെ ശബ്ദകോലാഹലങ്ങൾ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. ഉള്ളിൽ ശാന്തിയില്ലാത്തവൻ, ഉള്ളിൽ ഭയമുള്ളവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ട് ആ ഭയത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുമെന്ന്. ലൗകിക ലോകത്തിലെ മനുഷ്യരുടെ സംഭാഷണങ്ങൾ പലപ്പോഴും വെറുമൊരു അഹംഭാവത്തിൻ്റെ തൃപ്തിപ്പെടുത്തൽ മാത്രമാണ്. ഓഷോ ഒരു കഥ പറയാറുണ്ട്. ഒരു വലിയ കൊട്ടാരത്തിൽ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സകല ശാസ്ത്രങ്ങളും പഠിച്ച വലിയൊരു വാഗ്മിയായിരുന്നു. എവിടെ പോയാലും അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിക്കും, ആളുകളെ വാദിച്ചു തോൽപ്പിക്കും. അദ്ദേഹം ചിന്തിച്ചത് തൻ്റെ വാക്കുകളാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നാണ്. ഒരിക്കൽ അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ധ്യാനനിരതനായ സന്യാസിയെ കണ്ടുമുട്ടി. സന്യാസി ഒരു വലിയ വൃക്ഷച്ചുവട്ടിൽ തികച്ചും നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. വിദ്വാൻ സന്യാസിയുടെ അടുത്ത് ചെന്ന് തൻ്റെ വിദ്യകളെക്കുറിച്ചും അറിവുകളെക്കുറിച്ചും വലിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. മണിക്കൂറുകളോളം അദ്ദേഹം സംസാരിച്ചിട്ടും സന്യാസി ഒരു വാക്കുപോലും മിണ്ടിയില്ല. കേവലം പ്രശാന്തമായ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം വിദ്വാനെ നോക്കിയിരുന്നു. അവസാനം വിദ്വാൻ സംസാരിച്ച് തളർന്നു. സന്യാസിയുടെ ആ അഗാധമായ നിശബ്ദതയ്ക്ക് മുമ്പിൽ വിദ്വാന്റെ ഉള്ളിലെ അഹംഭാവം സാവധാനം തകരാൻ തുടങ്ങി. അദ്ദേഹം സന്യാസിയുടെ പാദങ്ങളിൽ വീണുകൊണ്ട് ചോദിച്ചു, സ്വാമി, ഞാൻ ഇത്രയധികം ജ്ഞാനം വിളമ്പിയിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? അങ്ങയുടെ നിശബ്ദതയ്ക്ക് മുമ്പിൽ എൻ്റെ വാക്കുകളെല്ലാം വെറുമൊരു കരിയില പോലെ പറന്നു പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. സന്യാസി പതുക്കെ വാ തുറന്നു പറഞ്ഞു, മകനെ, വാക്കുകളെപ്പോഴും ബാഹ്യമായ ലൗകിക ലോകത്തിൻ്റെതാണ്. അത് അഹംഭാവത്തെ മാത്രമേ വളർത്തുകയുള്ളൂ. എന്നാൽ നിശബ്ദത എന്നത് ആത്മാവിൻ്റെ ഭാഷയാണ്. നീ പുറത്തേക്ക് സംസാരിച്ച ഓരോ വാക്കും നിനക്കുള്ളിലെ ജ്ഞാനത്തെ ചോർത്തിക്കളയുകയായിരുന്നു. ഉള്ളിൽ ശൂന്യതയുള്ളവനാണ് എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നത്. നിറഞ്ഞ കുടം എപ്പോഴും നിശബ്ദമായിരിക്കും. ലൗകിക ലോകത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ ഇതാണ്. നമ്മൾ വിചാരിക്കും കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ ശക്തരാകുകയാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ആത്മീയ ഊർജത്തെയും വിവേകത്തെയും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ മനുഷ്യന് ലൗകിക ലോകത്ത് എങ്ങനെയാണ് വിലയും ബഹുമാനവും നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. വാക്കുകൾ എങ്ങനെയാണ് നമുക്കുള്ളിലെ ആത്മീയ ഊർജത്തെ ചോർത്തിക്കളയുന്നതെന്നും ഓഷോയുടെ ദർശനങ്ങളുടെയും ആ വിദ്വാന്റെ കഥയിലൂടെയും നമ്മൾ കണ്ടു. ലൗകിക ലോകത്ത് ഒരു വാക്ക് ആവശ്യമില്ലാത്തിടത്ത് അനാവശ്യമായി പ്രയോഗിച്ചാൽ, അല്ലെങ്കിൽ തൻ്റെ നാക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചരിത്രത്തിലും പുരാണങ്ങളിലും മഹാദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ദർശനങ്ങളിൽ മനുഷ്യൻ്റെ വാക്കിനെ വിശേഷിപ്പിക്കുന്നത് മൂർച്ചയേറിയ അമ്പുകളായിട്ടാണ്. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരൊറ്റ വാക്കിന് യുഗങ്ങളെയും തലമുറകളെപ്പോലും മാറ്റിമറിക്കാൻ തക്കവണ്ണം വന്യമായ ശക്തിയുണ്ട്. ലൗകിക ലോകത്ത് എവിടെയാണ് മൗനം പാലിക്കേണ്ടത്, എവിടെയാണ് വാക്കുകൾ ചുരുക്കേണ്ടതെന്നറിയാത്ത മനുഷ്യൻ എപ്പോഴും സ്വന്തം നാശത്തിനുള്ള വിത്ത് തന്നെയാണ് പാകുന്നത്. ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ ആ നിർണായകമായ സന്ദർഭത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കണ്ണോടിക്കാം. പാണ്ഡവർ തങ്ങളുടെ അത്ഭുതകരമായ മായക്കൊട്ടാരം ഇന്ദ്രപ്രസ്ഥത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞ സമയം, ആ കൊട്ടാരത്തിൻ്റെ ഭംഗിയും മായാക്കാഴ്ചകളും കാണാൻ വേണ്ടി ഹസ്തിനപുരത്ത് നിന്ന് കൗരവജ്യേഷ്ഠനായ ദുര്യോധനനെത്തി. അത് കേവലം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ കണ്ണുകളെയും ബുദ്ധിയെയും ഒരേ സമയം ഭ്രമിപ്പിക്കുന്ന ഒരു മായാ പ്രപഞ്ചമായിരുന്നു. ആ കൊട്ടാരത്തിലൂടെ നടക്കുമ്പോൾ ദുര്യോധനന് പലയിടത്തും വലിയ തെറ്റുകൾ പറ്റി. സ്ഫടികം പാകിയ തറ കണ്ട് അത് ജലാശയമാണെന്ന് കരുതി ദുര്യോധനൻ തൻ്റെ വസ്ത്രങ്ങൾ പൊക്കിപ്പിടിച്ച് നടന്നു. തൊട്ടപ്പുറത്ത് വലിയൊരു ജലാശയമുണ്ടായിരുന്നു. എന്നാൽ അത് വെറും നിലമാണെന്ന് തെറ്റിദ്ധരിച്ച് ദുര്യോധനൻ മുന്നോട്ട് നടക്കുകയും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. ഒരു സാധാരണ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടൊന്ന് പുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ ദുര്യോധനെ സഹായിക്കുകയോ ചെയ്യുമായിരുന്നു.
ആ സമയത്ത് മുകളിലെ നിലയിൽ നിന്നിരുന്ന ദ്രൗപദി തൻ്റെ ഉള്ളിലെ അഹംഭാവം കൊണ്ടും വിവേകശൂന്യത കൊണ്ടും ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ആ ഒരു വാക്ക് പറഞ്ഞു, അന്ധൻ്റെ മകൻ അന്ധൻ തന്നെയെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ആ ഒരു വാക്ക് ദ്രൗപദി അവിടെ പറയാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രതികരണം ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒതുക്കി മൗനം പാലിച്ചിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഭാരതഭൂമിയെ ചോരക്കളമാക്കിയ ആ മഹായുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. ദ്രൗപദിയുടെ ആ ഒരു വാക്ക് ദുര്യോധനൻ്റെ ഉള്ളിലെ അഹംഭാവത്തെ വന്യമായി മുറിവേൽപ്പിച്ചു. താൻ വെള്ളത്തിൽ വീണു എന്നതിനേക്കാൾ താൻ ഒരു സ്ത്രീക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടു എന്ന ചിന്തയാണ് ദുര്യോധനൻ്റെ ഉള്ളിൽ കനലായി മാറിയത്. ആ അപമാനത്തിൻ്റെ പ്രതികാര ചിന്തയാണ് ഒടുവിൽ പാണ്ഡവരെ അസ്തിനപുരത്തേക്ക് ചൂതാട്ടത്തിന് വിളിക്കുന്നതിനും ശകുനിയുടെ തന്ത്രങ്ങളിലൂടെ അവരെ തോൽപ്പിക്കുന്നതിനും ഒടുവിൽ ദ്രൗപദിയെ സഭാമധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതിനും കാരണമായത്. അവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ഭാരതം വഴിമാറിയത്. നോക്കൂ, വാക്കുകൾക്ക് കൂർത്ത അമ്പുകളേക്കാൾ വേഗത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയും. അമ്പ് തറച്ച മുറിവ് കാലം കൊണ്ട് ഉണങ്ങുമായിരിക്കും, എന്നാൽ അസംഭാവത്തിന് മേൽ വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ തലമുറകൾ കഴിഞ്ഞാലും ഉണങ്ങില്ല. അതുകൊണ്ടാണ് എപ്പോഴും ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കണമെന്ന് പറയുന്നത്. ഇതിൻ്റെ വിജയകരമായ വശം ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ മഹാചാര്യ ചാണക്യൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും. ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് നയതന്ത്രത്തിൽ കുറച്ചു സംസാരിക്കുന്നവനാണ് എപ്പോഴും അധികാരം കൈയാളുക എന്നാണ്. ചാണക്യൻ തൻ്റെ ചാരന്മാരെ മറ്റു ശത്രുരാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശവും ഇതായിരുന്നു: നിങ്ങളെപ്പോഴും വലിയ കേൾവിക്കാരനായിരിക്കുക. ഒരിക്കലും നിങ്ങളുടെ അറിവ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രസംഗകനാകരുതെന്നാണ്. ശത്രുരാജ്യങ്ങളിലെ കൊട്ടാരങ്ങളിലും വലിയ വിരുന്നുകളിലും ചെല്ലുമ്പോൾ ചാണക്യൻ്റെ ചാരന്മാർ തികച്ചും നിശബ്ദരായി കാര്യങ്ങൾ നിരീക്ഷിക്കും. അവിടെയുള്ള മറ്റുദ്യോഗസ്ഥർ തങ്ങളുടെ അഹംഭാവം കാരണം തങ്ങൾ എത്രത്തോളം വലിയവരാണെന്ന് കാണിക്കാൻ വേണ്ടി വലിയ വലിയ പദ്ധതികളും രഹസ്യങ്ങളും വാതോരാതെ വിളിച്ചു പറയും. മനുഷ്യൻ കൂടുതൽ സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ തൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ പുറത്തുവിടും. ആ രഹസ്യങ്ങൾ നിശബ്ദമായി ചോർത്തിയെടുത്ത് ചാണക്യൻ മഗധ സാമ്രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ഉപയോഗിച്ചു. റോബർട്ട് ഗ്രീൻ വ്യക്തമാക്കുന്ന വലിയൊരു ലൗകിക സത്യമുണ്ട്: നിങ്ങൾ വലിയ അധികാരികൾക്ക് മുന്നിലോ ശത്രുക്കൾക്ക് മുന്നിലോ നിൽക്കുമ്പോൾ എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അവർക്ക് മുമ്പിൽ നിഗൂഢനായി മാറുമെന്ന്. നമ്മളെപ്പോഴാണ് വാ തുറക്കുക? നമ്മളുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാത്ത ശത്രു എപ്പോഴും മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കും. നമ്മുടെ മൗനം ശത്രുവിനെ ഭയപ്പെടുത്തും. മൗനമെന്നത് ലൗകിക ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും മാരകവുമായ ഒരു വലിയ ആയുധമാണ്. ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാനുള്ള വിവേകത്തിൻ്റെ ഒരു പ്രതിരോധ കവചമാണ്. നമ്മൾ പുറം ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ നാക്കുന്നത് വിവേകത്തോടെ പൂട്ടിയില്ലെങ്കിൽ നമ്മെ വലിയ ചതിക്കുഴികളിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒന്നാണ് അതെന്ന്. ലൗകിക ലോകത്തിലെ മനുഷ്യർ എപ്പോഴും തങ്ങളുടെ സ്വാർത്ഥതയും അറിവില്ലായ്മയും ഒളിപ്പിച്ചു വയ്ക്കാൻ വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അവ വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു നിശബ്ദത അവരുടെ സകല തന്ത്രങ്ങളെയും തകിടം മറിക്കും. നമ്മോട് സംസാരിക്കുന്ന മനുഷ്യരെ ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് നിരീക്ഷിക്കുക. അവരുടെ വാക്കുകളിൽ വീണു പോകാതെ നമ്മുടെ മൗനം കൊണ്ട് അവരുടെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയാൻ നമ്മളുടെ ബോധത്തിന് കഴിയണം. ശത്രുവിൻ്റെ വാക്കുകളെ കണ്ട് ഭയപ്പെടുകയല്ല, മറിച്ച് നമ്മുടെ മൗനം കൊണ്ട് അവനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് വേണ്ടത്. അനാവശ്യ വാക്കുകൾ ഇതിഹാസങ്ങളിൽ പോലും വരുത്തിവെച്ച മഹാവിനാശങ്ങളെക്കുറിച്ചും
ചാണക്യനെ പോലുള്ള മഹാതന്ത്രജ്ഞർ മൗനം കൊണ്ട് നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയും കടുത്ത ലൗകിക സത്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ആത്മീയ പാതയിലുള്ള സാധകൻ്റെയോ ഉള്ളിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നേക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ആരോടൊന്നും സംസാരിക്കാതെ എപ്പോഴും ഒരു ഊമയെപ്പോലെ സകല മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നാണോ ഈ നിയമം നമ്മോട് പറയുന്നതെന്ന്? ഒരിക്കലുമല്ല. ഇവിടെയാണ് നമ്മൾ ഭാരതീയ ദർശനങ്ങളിലെ ഏറ്റവും ഉന്നതമായ വാക് തപസ് അഥവാ വാക്കിൻ്റെ യഥാർത്ഥ ആത്മീയ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, മറ്റുള്ളവർക്കൊട്ടും അസ്വസ്ഥത ഉണ്ടാക്കാത്തതും പരമമായ സത്യമായതും കേൾക്കുന്നവന് പ്രിയമുള്ളതും അവൻ്റെ ജീവിതത്തിന് ഹിതവുമായ വാക്കുകൾ മാത്രം പറയുന്നതാണ് വാങ്മയമായ തപസ്സെന്ന്. ആത്മീയ ശാസ്ത്രപ്രകാരം വാക്കുകൾ എന്നത് കേവലം വായിലൂടെ പുറത്തു വരുന്ന ശബ്ദതരംഗങ്ങളല്ല. അത് നമുക്കുള്ളിലെ അതിപ്രധാനമായ പ്രാണശക്തിയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് വെറുതെ പരദൂഷണം പറയുമ്പോഴും അഹംഭാവം കാണിക്കാൻ വേണ്ടി അറിവ് വിളമ്പുമ്പോഴും സത്യത്തിൽ നമുക്കുള്ളിലെ വിലപ്പെട്ട ആത്മീയ ഊർജമാണ് പുറത്തേക്ക് ചോർന്നു പോകുന്നത്. ഈ ലൗകിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുന്നതാണെങ്കിൽ മാത്രം വാ തുറക്കുക. അല്ലെങ്കിൽ മൗനത്തിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് ഒതുങ്ങുക. ഇതിനെയാണ് ആത്മീയതയിൽ അനാസക്തിയോടുകൂടിയ സംസാരം എന്ന് വിളിക്കുന്നത്. നിശബ്ദത എങ്ങനെയാണ് ലൗകികമായ അഹംഭാവങ്ങളെ നിരായുധമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ബുദ്ധൻ്റെ ജീവിതത്തിൽ മനോഹരമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ അങ്ങേയറ്റം ക്രോധാകുലനായ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു. ബുദ്ധൻ്റെ ദർശനങ്ങൾ കപടമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അയാൾ ബുദ്ധന് മുന്നിൽ നിന്നുകൊണ്ട് കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ തുടങ്ങി. മണിക്കൂറുകളോളം അവർ ബുദ്ധനെ നിന്ദിച്ചു സംസാരിച്ചു, ശാപവാക്കുകൾ ചൊരിഞ്ഞു. തൻ്റെ വാക്കുകൾ കേട്ട് ബുദ്ധൻ കോപിക്കുമെന്നും തന്നോട് തർക്കിക്കാൻ വരുമെന്നാണ് അവൻ കരുതിയത്. കാരണം ലൗകിക മനഃശാസ്ത്രം എപ്പോഴും ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് വെച്ച് യുദ്ധം ചെയ്യാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചത് വിചിത്രമായ ഒന്നായിരുന്നു. അയാൾ എത്രയൊക്കെ ക്രൂരമായി സംസാരിച്ചിട്ടും ബുദ്ധൻ തികച്ചും നിശബ്ദനായിരുന്നു. അഗാധമായ കാരുണ്യത്തോടെയും പ്രശാന്തതയോടെയും അദ്ദേഹം അവനെ നോക്കി പുഞ്ചിരിച്ചു. അവസാനം ആ മനുഷ്യൻ സംസാരിച്ച് തളർന്നു. ബുദ്ധൻ്റെ ആ മഹാമൗനത്തിൻ്റെ കനത്ത ആഴത്തിന് മുന്നിൽ ആ പണ്ഡിതൻ്റെ ഉള്ളിലെ സകല അഹംഭാവവും സാവധാനം ഉരുകിത്തീരാൻ തുടങ്ങി. ബുദ്ധൻ്റെ നിശബ്ദത അവൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായി തുളച്ചു കയറി. ഒടുവിൽ വിറയ്ക്കുന്ന കൈകളോടെ അവൻ ബുദ്ധൻ്റെ പാദങ്ങളിൽ വീണുകൊണ്ട് ചോദിച്ചു, മഹാത്മാവേ, ഞാൻ അങ്ങയെ ഇത്രയധികം നിന്ദിച്ചിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് ഒരു മറുപടി പോലും നൽകാതെ മൗനം പാലിച്ചത്? അങ്ങയുടെ ഈ നിശബ്ദത എൻ്റെ ഉള്ളിനെ ഭയപ്പെടുത്തും. ബുദ്ധൻ വളരെ ശാന്തമായി അവനോട് ചോദിച്ചു, മകനെ, നീ നിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിക്ക് വലിയൊരു സമ്മാനം കൊടുക്കാൻ കൊണ്ടുചെന്നു എന്ന് കരുതുക. എന്നാൽ ആ അതിഥി ആ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ സമ്മാനം പിന്നെ ആരുടേതാണ്? ആ മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് അത് എൻ്റേത് തന്നെയാണ്. ബുദ്ധൻ പുഞ്ചിരിയോട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് നീ ഇപ്പോൾ എനിക്ക് തന്ന ഈ ക്രോധവും ശാപവാക്കുകളും. ഞാനത് സ്വീകരിക്കാൻ തയ്യാറല്ല. അത് നിൻ്റെ പക്കൽ തന്നെ ഇരിക്കട്ടെ. ഇതാണ് മൗനത്തിൻ്റെ മഹാശക്തി. ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യന് മുമ്പിൽ ലോകത്തിലെ എത്ര വലിയ ആയുധങ്ങൾക്കും വാക്കുകൾക്കും പരാജയപ്പെടേണ്ടി വരും. നിങ്ങളുടെ മൗനം ശത്രുവിൻ്റെ ക്രോധത്തെ അവനിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന വലിയൊരു പ്രതിരോധ കവചമാണ്. എപ്പോഴും
ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കുക എന്ന ഈ 4ാമത്തെ നിയമം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ വിവേകത്തോടെ പ്രായോഗികമാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനെ 3 പ്രധാന മേഖലകളായി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നമുക്ക്. ഒന്നാമത്തേത്, തൊഴിലിടങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും നമ്മളൊരു ഓഫീസിലോ വലിയൊരു ബിസിനസ് മീറ്റിങ്ങിലോ ഇരിക്കുമ്പോൾ നമ്മുടെ ബോസിനോ സഹപ്രവർത്തകർക്കോ മുമ്പിൽ അനാവശ്യമായി ദീർഘനേരം സംസാരിക്കാതിരിക്കണം. പലരും തങ്ങൾക്കെല്ലാം അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി വാദോരാതെ സംസാരിക്കാറുണ്ട്. ഇത് വലിയൊരു അബദ്ധമാണ്. നമ്മൾ എത്രത്തോളം ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യതയോടെ നമ്മുടെ ആശയം വ്യക്തമാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വാക്കിനവിടെ ഗാംഭീര്യമുണ്ടാകും. അധികാരികൾക്ക് മുമ്പിൽ മിതത്വം പാലിക്കുന്നത് നമ്മുടെ പദവിയും ആദരവും വർദ്ധിപ്പിക്കും. രണ്ടാമതായി, കുടുംബത്തിലും തർക്കങ്ങളിലുമാണ്. ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആരെങ്കിലും നമ്മെ പ്രകോപിക്കാൻ ശ്രമിക്കുകയോ തർക്കത്തിൽ ഏർപ്പെടാൻ വരികയോ ചെയ്താൽ അനാവശ്യമായ വൈകാരിക മറുപടികൾ കൊടുത്ത് നമ്മുടെ ഊർജം കളയരുത്. തർക്കങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ നാക്കെപ്പോഴും വേഗത്തിൽ ചലിക്കാൻ ശ്രമിക്കും. അവിടെയാണ് വിവേകത്തിൻ്റെ കടിഞ്ഞാണിടേണ്ടത്. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരിയും മൗനവും അപ്പുറത്തുള്ളവനെ പൂർണ്ണമായി നിരായുധരാക്കും. തർക്കങ്ങളിൽ മൗനം പാലിക്കുന്നത് തോൽവിയല്ല, മറിച്ച് നമ്മുടെ മാനസിക സമാധാനവും ആത്മീയ ഊർജവും കാത്തുസൂക്ഷിക്കുവാനുള്ള വലിയൊരു വിജയമാണ്. മൂന്നാമതായി, സോഷ്യൽ മീഡിയയിലെ അഹംഭാവ പ്രദർശനം ഒഴിവാക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ വിജയങ്ങളും സന്തോഷങ്ങളും പോലും സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ വിളിച്ചു പറയാനും പ്രദർശിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവരിൽ അനാവശ്യമായ അസൂയയും ശത്രുതയും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. നമ്മുടെ വിജയങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെയോ സോഷ്യൽ മീഡിയയോ പ്രകടനങ്ങളിലൂടെയോ ആകരുത് ലോകം കാണേണ്ടത്. നമ്മളെപ്പോഴും പറയും പോലെ അത് നമ്മുടെ നിശബ്ദമായ വളർച്ചയിലൂടെ ലോകം തനിയെ തിരിച്ചറിയട്ടെ. ഓർക്കുക, തന്ത്രപരമായ വിനയവും മിതത്വവും എപ്പോഴും നമ്മുടെ സുരക്ഷയാണ്. പ്രിയമുള്ളവരെ, റോബർട്ട് ഗ്രീനിൻ്റെ 4ാമത്തെ നിയമം ലൗകിക ലോകത്ത് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചു മാത്രം സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കുള്ളിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ശബ്ദം ആരുടേതാണ്? ബാഹ്യമായി നമ്മൾ വായ പൂട്ടിവെച്ചാൽ പോലും, മൗനം പാലിച്ചാൽ പോലും നമ്മുടെ മനസ്സ് ഉള്ളിൽ നിരന്തരം ചിന്തകൾ കൊണ്ട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ആന്തരിക ശബ്ദത്തെ കൂടി ധ്യാനത്തിലൂടെ ശാന്തമാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയ ഉണർവിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ബാഹ്യലോകത്തിലെ മനുഷ്യരെല്ലാം തങ്ങളുടെ അഹംഭാവം സംരക്ഷിക്കുവാനും ചതിക്കുഴികൾ തീർക്കാനും ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതൊരു താൽക്കാലിക നാടകം മാത്രമാണ്. ലൗകിക ലോകത്തിൻ്റെ ഈ ചലനാത്മകമായ സ്വഭാവത്തെ തിരിച്ചറിയുക, അനാവശ്യമായ വാക്കുകളിലൂടെ ചതിക്കുഴികളിൽ വീഴാതിരിക്കുക, മൗനത്തെ നമ്മുടെ ഏറ്റവും വലിയ കവചമാക്കുക. 4ാമത്തെ നിയമത്തിൻ്റെ ഈ വലിയ പാഠം നമ്മുടെ ജീവിതത്തിന് വലിയൊരു വഴിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിവിടെ പൂർണ്ണമാക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ 5ാമത്തെ അതിശക്തമായ നിയമവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. 5ാമത്തെ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ അന്തസ്സും സൽപ്പേരും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അതിനെ നിങ്ങളുടെ ജീവൻ നൽകിയും സംരക്ഷിക്കുക എന്നതാണ്. ലൗകിക ലോകത്ത് നമ്മുടെ വ്യക്തിത്വത്തെയും സൽപ്പേരിനെയും എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മൾ അടുത്ത ഭാഗത്തിൽ ആഴത്തിൽ ചർച്ച ചെയ്യും. ഈ പ്രഭാഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഴമേറിയ ചിന്തകളും ആത്മീയ കാഴ്ചപ്പാടുകളും താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ളിലെ ജ്ഞാനത്തിന് എൻ്റെ പ്രണാമം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.